ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ബിന്ദുവിന്റെ ശരീര അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് തണ്ണീർമുക്കം ബണ്ടിലെന്ന കണ്ടെത്തൽ, അസ്ഥികഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിച്ചു എന്നുള്ള വിവരം കൂടി കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പ് പൂർത്തിയായി. കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പാണ് നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹേമന്ത് പറഞ്ഞു. സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സുധീഷ്, വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി മറ്റ് എന്തൊക്കെയാണ്? ഇനിയും തെളിവെടുപ്പുണ്ടോ? ഹനു, ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിലാണ് സെബാസ്റ്റ്യനുമായി എത്തി തെളിവെടുപ്പ് നടത്തിയത്. അവിടെ വെച്ച് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നും അവിടെ മൃതദേഹം സംസ്കരിച്ച ശേഷം ആ അവശിഷ്ടങ്ങൾ പിന്നീട് അവിടെ നിന്നും നീക്കി വിവിധ ഇടങ്ങളിലായി ഒഴിവാക്കുകയും ചെയ്തു എന്നതാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടങ്ങളിൽ അവിടെ നേരെ എത്തിച്ച് സെബാസ്റ്റ്യനെ തെളിവെടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. തണ്ണീർമുക്കത്ത് അടക്കം മൃതദേഹാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചിരുന്നു എന്നതാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെ തണ്ണീർമുക്കത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. എന്തു തന്നെയായാലും വർഷങ്ങൾ നീണ്ട തിരോധാന കേസാണ് ഇപ്പോൾ കൊലപാതക കേസായി മാറിയിരിക്കുന്നതും അന്ന് ഈ വസ്തുവകകൾ തട്ടിയെടുത്ത കൈമാറ്റം ചെയ്തതിലും വ്യാജരേഖ ചമച്ചതിലും അടക്കം പ്രതിയായിരുന്ന സെബാസ്റ്റ്യൻ തന്നെ ഇപ്പോൾ കൊലക്കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനാണ് ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നത്. ആ കേസാണ് കഴിഞ്ഞ ദിവസം കൊലപാതക കേസായി രേഖപ്പെടുത്തുകയും സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇന്നലെ ചോദ്യം ചെയ്യുകയും ഇന്ന് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. തെളിവെടുപ്പ് വരും ദിവസങ്ങളിൽ തുടരുകയും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമെന്നുമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അനു, ശരി.